എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യങ്ങൾ വരുന്ന രൂപം കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ചോദ്യപേപ്പർ ആദ്യം നമുക്കൊന്ന് വിശദീകരിക്കാം. അതിലൊന്നാമത്തത് അക്മിലിൽ ജുംലത്ത ബിഖ്തിയാരിൽ കലിമത്തി സ്വഹീഹ. ജുംല യോജിച്ച പദം എടുത്തുകൊണ്ട് പൂരിപ്പിക്കാനാണ്. യോജിച്ച പദം നൽകിക്കൊണ്ട് ജുംല പൂരിപ്പിക്കാനാണ്. അതിലൊന്നാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് വളരെ എളുപ്പമുള്ളതാണ്. അഊദു ബില്ലാഹി, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിനശ് ശൈത്വാനി, ശൈത്താനിൽ നിന്ന്, റജീം, ശപിക്കപ്പെട്ട. രണ്ടാമത്തത് അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമാണോ? അല്ല. രണ്ടാളോ? അല്ല. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾക്കുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എഫ്അലു ഒരാളാണ്, എഫ്അലാനി രണ്ടാളാണ്, എഫ്അലൂന കുറേ ആൾക്കാർ. അപ്പോൾ കുറേ ആൾക്കാർ എഫ്അലൂന മോഡലുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. അത് ഏതാണ് ഇതിൽ നോക്ക്. യഅമലൂനുണ്ട്, ജോലി ചെയ്യുന്നു, അസ്സോലിഹാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനാദ്യം നമുക്ക് എഫ്അലു എഫ്അലാനി എന്നുള്ളത് അവസാനം വരെ സർഫാക്കാൻ കഴിയണം. അതിൻ്റെ ആ രൂപവും നമ്മൾ പഠിച്ചു വെക്കണം. എന്നാലും വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ നോക്കൂ. മാ ഡാഷ് അ തോലിബു, വിദ്യാർത്ഥിയാണ്, ഒരു വിദ്യാർത്ഥിയേ ഉള്ളൂ. വക്ത ദറസ്, പാഠത്തിൻ്റെ സമയത്ത് വിദ്യാർത്ഥി കളിക്കില്ല എന്നാണ് വേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഒരാൾ കളിക്കുന്നതിന് എന്താണ് പറയുക? ലഇബ എന്നാണ്. ലഇബു എന്ന് പറഞ്ഞാൽ കുറേ വിദ്യാർത്ഥികളാണ്. പിന്നെ യൽഹബൂന എന്ന് പറഞ്ഞാൽ അതും കുറേ വിദ്യാർത്ഥികളാണ്. അവിടെ തുല്ലാബ് എന്നാണ് വരിക കുറേ വിദ്യാർത്ഥികൾക്ക്. ഒരു വിദ്യാർത്ഥി ആകുമ്പോഴാണ് തോലിബ് വരിക. അപ്പോൾ ലഇബയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നോക്ക്. ഹാദ ഡാഷ് വൽ കഅബതു, ഈ വീട് അത് കഅബയാണ്. അപ്പോൾ ഹാദ എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള വാക്കിനിക്ക് ലമ്മായിരിക്കണം. അത് ഏതാണ് നിങ്ങൾ നോക്ക്. ബൈത്തു എന്നുള്ളതാണ്. ഹാദൽ ബൈത്തു, ഈ വീട്, ഹുവൽ കഅബത്തു, ഇത് കഅബയാണ്. അതിൻ്റെ പ്രയോഗം ശരിക്കും നോക്കി വെച്ചോ. ഹാദൽ ബൈത്തു വൽ കഅബത്തു എന്ന് പറയുമ്പോൾ ഹാദക്ക് ശേഷം വരുന്നതിന് ലമ്മായിരിക്കും. ലമ്മുള്ളതേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. ഇനി സല്ലമ, സലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ മേലിൽ സലാം പറഞ്ഞു എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ ഒരു മേലിൽ എന്ന് വരും സലാമിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇവിടെ മൻ എന്നുണ്ട്, അല എന്നുണ്ട്, ഹാദ എന്നുണ്ട്. ഏതാണ് ചോദിച്ചത്? സല്ലമ, സലാം പറഞ്ഞു, അല അഹ്ലി ബൈത്തിഹി, അവൻ്റെ കുടുംബക്കാരുടെ മേൽ സലാം പറഞ്ഞു. അപ്പോൾ സലാമിൻ്റെ ശേഷം അലയാണ് വരിക എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് അക്മിലിൽ ജദ്വലിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഫില്ല് ചെയ്യാനാണ്. കുറച്ചൊക്കെ അവിടെ എഴുതി കൊടുത്തിരുന്നു, ബാക്കിയെല്ലാം നമ്മൾ എഴുതി കൊടുത്തതാണ്. അപ്പോൾ ആദ്യത്തെ താഴോട്ടുള്ള നീല കളർ വലിയ എന്താണ്? ഫീല് മാലി, മാലിയായ ഫീല് സർഫാക്കാനാണ്. അപ്പോൾ സർഫാക്കാൻ അറിയാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മാലി സർഫാക്കുന്നതും മുലാരി സർഫാക്കുന്നതും നല്ലോണം പഠിച്ചിട്ട് പോവുക. ഇപ്പോൾ കതബ, താഴോട്ട് കതബ, കത്തബു. കത്തബ എന്ന് പറഞ്ഞാൽ ഒരു ആണ് എഴുതി, അവൻ ഒരാണ്, ഇവിടെ ഇല്ലാത്ത ആളാണ്, ഓയിബാണ്. ആ ഓയിബ് കണ്ടില്ലേ സൈഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ എഴുതി എന്നായതുകൊണ്ട് അത് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആണെങ്കിൽ എഴുതിയില്ല എന്നാണ്. പോസിറ്റീവ് ആകുമ്പോൾ മുസ്ബത്ത് എന്ന് എഴുതി കൊടുത്തുണ്ട് സൈഡിൽ. അപ്പോൾ എഴുതി. ഇനി എഴുതിയില്ല എന്നാണ് പറയുന്നതെങ്കിലോ മുസ്ബത്ത് മാറി എന്താവും? മംഫി ആകും. അതുപോലെ തന്നെ സ്ഥലത്തുള്ള നീ എന്നാണ് പറയുന്നതെങ്കിൽ, ഇപ്പം നീ എന്ന് പറയണമെങ്കിൽ സ്ഥലത്ത് ആൾ വേണ്ടേ? അവൻ എന്ന് പറയുമ്പോഴല്ലേ സ്ഥലത്തില്ലാതിരിക്കുക. നീ എന്ന് പറയുമ്പോൾ എന്താകും? ഓയിബ് മാറി ഹാലിറാകും. അപ്പോൾ ഓയിബിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഹാലിർ. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ ഓയിബും നീ എന്ന് പറയുമ്പോൾ ഹാലിറും. പോസിറ്റീവായിട്ട് ക്രിയ ചെയ്തു, കുളിച്ചു, അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ മുസ്ബത്തും, കുളിച്ചില്ല, കഴിച്ചില്ല, ഉറങ്ങിയില്ല, ഇല്ല എന്ന് പറയുമ്പോൾ മൻഫിയും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബത്ത, കത്തബിന. ഇനി മുലാരിയായ ഫീൽ എങ്ങനെയാണ് സർഫാക്കുക? യഷ്കുറു, യഷ്കുറാനി, യഷ്കുറൂന, തഷ്കുറു, തഷ്കുറാനി, യഷ്കുർന. അങ്ങനെയാണ്. ഇനി അതിൻ്റെ താഴെ മുത്തക്കല്ലിം എന്ന് കൊടുത്തിട്ടുണ്ട്. മുത്തക്കല്ലിമിൻ്റെ പദം ഏതാണ്? ഞാൻ എഴുതി, ഞങ്ങൾ എഴുതി. ഇപ്പം കത്തബയിലാണെങ്കിൽ ഞാൻ എഴുതി എന്നെങ്ങനെ പറയാം? കത്തബുത്തു, ഞങ്ങൾ എഴുതി എന്ന് പറയും, കത്തബുന. ഇപ്പോൾ യഷ്കുറുലാണെങ്കിൽ അഷ്കുറു, ഞാൻ നന്ദി ചെയ്തു, നഷ്കുറു, ഞങ്ങൾ നന്ദി ചെയ്തു. അതാണ് അതിൻ്റെ മുത്തക്കല്ലിം, സംസാരിക്കുന്നവർക്കുള്ള പദം. ഇപ്പം നമ്മളാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കും, നമ്മളെല്ലാവരും സംസാരിക്കും. അപ്പം ഞാൻ, നമ്മൾ, അതാണ് മുത്തക്കല്ലിമിൽ വരുന്നത്. ഇനി ഇപ്പുറത്തെ
പെട്ടിയിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പമാണ്. ഫീൽ മാലിയാണ് അതിലുള്ളത്. പക്ഷേ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, എഴുതിയില്ല എന്നായിരിക്കണം. മാ കത്തബത്ത, പക്ഷേ എന്തുമായിരിക്കണം? ഓയ്ബ് മാറി ഹാലിറായിരിക്കണം. മാ കത്തബത്ത, മാ കത്തബത്തുമ, മാ കത്തബത്തും, മാ കത്തബത്തി, മാ കത്തബത്തുമ, മാ കത്തബത്തുന്ന. ഇനി അതിൻ്റെ താഴെ എന്താ വരിക? മാ കത്തബത്തു, മാ കത്തബുന. അത് മുത്തക്കല്ലിമിനിക്കുള്ളത്. ഇനി യഷ്കുറു മുദാരിയിലേക്ക് വരുമ്പോൾ ലാ ഉള്ളത് മൻഫിയാണ്. ലാ തഷ്കുറു, ലാ തഷ്കുറാനി, ലാ തഷ്കുറൂന, ലാ തഷ്കുരീന, ലാ തഷ്കുറാനി, ലാ തഷ്കുർന. ഇനി അതിൻ്റെ സംസാരിക്കുന്നവർക്ക് എങ്ങനെ വരിക? ലാ അഷ്കുറു, ഞാൻ നന്ദി ചെയ്യില്ല. ലാ നഷ്കുറു, ഞങ്ങൾ നന്ദി ചെയ്യില്ല. അപ്പോൾ ഇതാണ് സർഫാക്കുന്ന രൂപം. വളരെ കൃത്യമായി 3 3 3 വരിക. ഒരാണ് ചെയ്തു, രണ്ടാണ് ചെയ്തു, കുറേ ആണുങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഒരു പെണ്ണ് ചെയ്തു, 2 പെണ്ണ് ചെയ്തു, കുറേ പെണ്ണുങ്ങൾ ചെയ്തു. ഇനി അതിൻ്റെ താഴെ സ്ഥലത്തുള്ള ഒരു ആണ് ചെയ്തു. അങ്ങനെ 14 പദങ്ങൾ വരും. ഞാൻ, ഞങ്ങൾ കൂട്ടി 14 പദങ്ങൾ വരും. ആ 14 പദങ്ങളും കൃത്യമായി സർഫാക്കി പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി മൂന്നാമത്തത് നുഅരിബു അറബിയാക്കാനാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കുക. എൻ്റെ പുസ്തകം ബാഗിലാണ്. എൻ്റെ പുസ്തകം എന്നെങ്ങനെ പറയാം? കിതാബി. ബാഗിന് എന്താ പറയുക? ഹക്കീബത്ത്. അപ്പോൾ ആണ് എന്നുള്ളത് ഫിൽ ഹക്കീബ, കിതാബി ഫിൽ ഹക്കീബ. ഇനി കഅബ എവിടെയാണ്? എവിടെ എന്നുള്ളതിന് എന്താണ്? ഐനൽ കഅബത്തു. ഇനി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. ഉഹിബ് ദാലിക്കൽ മസ്ജിദു, ആ പള്ളി ഞാൻ ഇഷ്ടപ്പെടുന്നു. മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അറിയുന്ന പദങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, തീരെ ഒഴിച്ചിടരുത്. വസലൽ ഉസ്താദ്, ഉസ്താദ് എത്തി. ഇല സൊഫി, ക്ലാസ്സിലെത്തി. അപ്പോൾ ഇതിൽ ഏതാ ചോദിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പാഠം നന്നായി വായിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നക്തുബുൽ ജംഅ വൽ മുഫ്രദ. ഏകവചനവും ബഹുവചനവും എഴുതാനാണ്. രണ്ടും എഴുതണം. നമ്മുടെ പാഠത്തിൻ്റെ അവസാനത്തിലൊക്കെ വന്നതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്, നമുക്കത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതിലുള്ളത് എന്തായാലും നിർബന്ധമായി പഠിക്കുക. അതിലൊന്ന് ബലദുൻ എന്നാണ്. ബലദുൻ എന്ന് പറഞ്ഞാൽ ഒരു നാടാണ്. നമുക്ക് കുറേ നാടുകൾക്കുള്ളതാണ് കിട്ടേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ബിലാദുൻ എന്ന് നിങ്ങൾ പറയണം. നെക്കുദുൻ എന്ന് പറഞ്ഞാൽ ഒരു പൈസക്കാണ്. നമുക്ക് കുറേ പൈസക്ക് വേണമെങ്കിലോ നുക്കൂദുൻ എന്നാണ് പറയുക. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. തോന വീടിന് ബുയൂത്തുൻ എന്ന് പറയും. മസ്ജിദുൻ എന്ന് പറഞ്ഞാലാണ് ഒരു പള്ളി. മസാജിദുൻ കുറേ പള്ളി. അവിടെ അസ്വാക്കുൻ കൊടുത്തിട്ടുണ്ട്, അങ്ങാടികൾ. നമുക്ക് ഒരു അങ്ങാടി മതിയെങ്കിൽ സൂക്ക് എന്ന് പറയും. സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളാണ്. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഏകവചനം ബഹുവചനമായിട്ട് എഴുതേണ്ടത്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അവസാനം എഴുതുക. ഇനി അടുത്ത